സംഗീതം പകർത്തുന്ന ചിത്രം മേളയിൽ കയ്യടി നേടി. മേളയുടെ ആദരം ഇന്ത്യൻ സിനിമയ്ക്കുള്ള അംഗീകാരമെന്ന അനുരാഗ് കശ്യപ് ഇന്ത്യ വിഷ്ണോട് हमारी जिंदगी का एक मकसद बदला। 1941 മുതൽ 2009 വരെ 6 പതിറ്റാണ്ടുകളിലായി ജാർഖണ്ഡിലെ ധൻബാദ് എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഗോൾഡ് മാഫിയെക്കുറിച്ചുള്ള കഥയാണ് ഗാങ്സ് ഓഫ് വസീപൂരിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 2 ഭാഗങ്ങളായി എടുത്തിട്ടുള്ള ഈ സിനിമയ്ക്ക് 5.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. 350-ൽ പരം നടീനടന്മാർ അഭിനയിച്ച ഈ ചിത്രം ഇന്ത്യയിൽ ജൂൺ 22-നാണ് റിലീസ് ചെയ്യുന്നത്. ഇതിനോടകം നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. കാൻമേളയിൽ ചൊവ്വാഴ്ച പ്രദർശിപ്പിച്ച ഈ ചിത്രത്തെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് ഉയർന്നത്. കാനിലെ ഒട്ടുമിക്ക പത്രമാധ്യമങ്ങളും ചിത്രത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ നൽകി കഴിഞ്ഞു. ചിത്രത്തിന്റെ സംവിധായകൻ അനുരാഗ് കശ്യപ്, നടീനടന്മാരായ മനോജ് വാജ്പേയി, റിച്ച ഛദ്ദ, ഹ്യൂമ ഖുറേഷി തുടങ്ങിയവർ ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി റെഡ് കാർപ്പറ്റിൽ എത്തിയിരുന്നു. 20 കോടി രൂപ ചെലവിൽ വ്യാകോം 18 മോഷൻ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാൻ ചലച്ചിത്രമേളയിൽ തന്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ അനുരാഗ് കശ്യപ് ഇന്ത്യ വിഷനോട് പറഞ്ഞു. It's a revenge drama set across 60 kings and 3 generations, and it's a 5-hour 20-minute long movie, and with lots of songs but all are unknown actors except Manoj Bajpayee and Rima Sen, and it's set in a place called Vasipur, which is in Dhanbad. It also traces the origin of coal mafia and everything. So that's what the film is about. It's a massive epic. Let's see what happens. ഇത്തരം അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കുമെന്നും ചിത്രം വാങ്ങുന്നതിന് കൂടുതൽ വിതരണക്കാരെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓസ്കാർ അവാർഡ് ജേതാവും സ്ലം ഡോഗ് മില്യനെയറിന്റെ സംവിധായകനുമായ ഡാനി ബോയിലുമായി സഹകരിച്ച് ബോംബെ വെൽവെറ്റ് എന്ന അടുത്ത സിനിമയുടെ പണിപ്പുരയിലാണ് താനെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് മാത്രമാണെന്ന തോന്നൽ ശരിയല്ലെന്നും വളരെ ശക്തമായ കഥകളുമായി മലയാളം, തമിഴ്, മറാത്തി സിനിമകളും പുറത്തിറങ്ങുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കുന്നതിന് റിലീസ് ചെയ്യാത്ത പ്രീമിയർ സിനിമകൾ മാത്രമേ തെരഞ്ഞെടുക്കുകയുള്ളൂവെന്നും എന്നാൽ തെന്നിന്ത്യൻ സിനിമാ നിർമ്മാതാക്കൾ അതുവരെ കാത്തിരിക്കാൻ തയ്യാറല്ലാത്തത് മൂലമാണ് കാൻ പോലുള്ള അന്താരാഷ്ട്ര മേളകളിലേക്ക് അവ തെരഞ്ഞെടുക്കപ്പെടാതിരിക്കുന്നതിന് പറഞ്ഞു. गोली नहीं मारेंगे साले को, कह के लेंगे उसकी।